ഗൈസ് ഞാനിപ്പോൾ ഉള്ള തൃശ്ശൂർ ഫണ്ടിലാണ്. വേറെ ഒന്നല്ല, സിനിമ തുടരും സിനിമ കാണാമെന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസം വെള്ളിയാഴ്ചയാണ് ഇറങ്ങിയത്. അപ്പോൾ ഒന്നാണ് നമ്മൾ കാണാൻ ഒരു ചാൻസ് കിട്ടിയത്. ഇപ്പോൾ നേരെ അഖിലിനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് ബാക്കി റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. കിട്ടിയോ? സോ ഗൈസ് അങ്ങനെ പടം കണ്ടിറങ്ങി. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. പടം എങ്ങനെ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കാണാൻ ഭയങ്കര രസമുണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് ഒരു ഫീൽ ഗുഡ് മൂവി പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കഥ അങ്ങോട്ട് മാറി. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കഥ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ചേഞ്ചായി. ഭയങ്കര കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ആയിട്ടാണ് ഈ മൂവി ഞാൻ കാണുന്നത്. മൊത്തത്തിൽ എനിക്ക് ഓക്കെ, അടിപൊളി സെറ്റാണ്. പിന്നെ ഇനിയിപ്പോൾ അഖിലിനോട് ചോദിച്ചു നോക്കാം അവൻ്റെ അഭിപ്രായം എന്താണെന്ന്. പറഞ്ഞോ. പടം അടിപൊളി പടം. ഞാൻ്റെ എന്താ ഇപ്പം ഇറങ്ങി വെച്ച് ബെസ്റ്റ് പടം എന്ന് പറയാം. ഒരു കംബാക്ക് തന്നെ. എന്താ ഭയങ്കര ഷോർട്ടായ പോലെ ഉണ്ട്. അത് മതി. വേറെ എന്തെങ്കിലും പറയും. അപ്പം ഒരു കംബാക്ക് മൂവി ആയിട്ടൊക്കെയാണ്. പിന്നെ എന്നെക്കാട്ടും കൂടുതൽ സിനിമ കാണുന്നത് ഇവനാണ്. നീ വേണം ബാക്കി റിവ്യൂ പറയാൻ. ഈയിടെയായിട്ടാണ് അടുപ്പിച്ച് ഒരു ദിവസം തന്നെ 4 സിനിമ ഒക്കെ ഇട്ടിരുന്ന് കാണുന്നു. പക്ഷെ അതിന് മുന്നേ ഇപ്പം ഭയങ്കര സിനിമ ഭ്രാന്തരായിരുന്നു. അപ്പോൾ എന്നെയാണ് എപ്പോഴും സിനിമയ്ക്ക് വിളിക്കാറ്. ഞാൻ ആ സമയത്തൊന്നും സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നില്ലേ. ഇപ്പോഴാണ് കുറച്ച് സിനിമയോടുള്ള ഭ്രാന്ത് ഇളകിയിട്ട് അഭിനയിക്കണം എന്നുള്ളൊരു നടക്കുകയാണ്. അതിൽ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടണില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ കയറും. അതുണ്ട്. ആ സിനിമേനെ പറ്റി പറയണത് ഇതൊക്കെ തന്നെയാണ്. ടെൻഷനാ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നീ റിവ്യൂ ഭയങ്കര ഷോർട്ട് റിവ്യൂ ആണ്. 2-3 മിനിറ്റ് ഒക്കെ കാണുള്ളൂ. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ.